ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാ ചങ്ക്സ് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് സോയാ ചങ്ക്സ്. നമ്മുടെ കടയിലൊക്കെ ഇരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബീഫ് കറിയുടെ അതേ ടേസ്റ്റില് കറിയും അതുപോലെ ബീഫ് റോസ്റ്റിന്റെ അതേ ടേസ്റ്റിൽ റോസ്റ്റും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റോസ്റ്റ് ആണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ടില് കവറിലൊക്കെ ഇരിക്കണ കണ്ടിട്ടുണ്ടാവും. അതന്നെയാണ് സോയാ ചങ്ക്സ്. പലർക്കും ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അറിഞ്ഞൂടാ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള റോസ്റ്റും കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇത് ചെയ്യേണ്ടത് കുറച്ച് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അരമണിക്കൂർ ആവുമ്പോഴത്തേക്കിന് ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇതാ കണ്ടോ, ഇതുപോലെ. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിനെ 2 പീസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല, വലുതാവുമ്പോൾ 2 പീസായിട്ട് കട്ട് ചെയ്യുക. ഈ സോയാ ചങ്ക്സിനെ തന്നെ നമുക്ക് വലുതും ചെറുതുമായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ചെറുത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വലുതിനെ ഇതുപോലെ നടുവൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. പാന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാവുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായ മുളകും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് നന്നായിട്ട് എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഇതിപ്പോൾ ഞാൻ 2 വലിയ സവാള വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. കനം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആയിട്ട് കിട്ടും. പിന്നെ ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം ഒക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. എത്രത്തോളം നിങ്ങൾ സോഫ്റ്റ് ആക്കി എടുക്കണോ അത്രത്തോളം കറിക്കും റോസ്റ്റിനും ഒക്കെ ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ ഇതാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ഞാൻ 2 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. തക്കാളിയൊക്കെ എത്രത്തോളം അലിയിച്ച് ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല പോലെ ഞാൻ അലിയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തക്കാളി കഷ്ണങ്ങളൊന്നും കാണാനേ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി, ഇവയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാലപ്പൊടികളെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് പോവട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ വേണ്ട, ഏകദേശം 1 കപ്പ് വെള്ളം മതി. കാരണം ഈ സോയാ ചങ്ക്സിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. നമ്മൾ കേക്ക് എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് വെള്ളം പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പുറത്ത് വരും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. 15 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് കണ്ടോ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് റോസ്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി, ദോശ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.